ആരോഗ്യയിലേക്ക് സ്വാഗതം. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട്, എസ്പെഷ്യലി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നേരത്തെ കണ്ടുപിടിച്ചാൽ 100% ചികിത്സിക്കാവുന്ന ഒരു ക്യാൻസർ കൂടിയാണ്. അപ്പൊ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമുക്ക് ഡോക്ടർ ചിത്രധാരയോട് ചോദിക്കാം. ഡോക്ടർ ചിത്രധാര ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ HOD ആൻഡ് സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. ഡോക്ടർ, വെൽക്കം ടു ദ പ്രോഗ്രാം. അപ്പം എനിക്കൊന്ന് ഇന്നിപ്പത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസർ, അതായത് പണ്ടും ഇത്രയും കോമൺ ആയിരുന്നു, അതോ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണോ ഇത്രയും കൂടുതലായിട്ട് കാണുന്നത്? ജീവിതശൈലിയിലുള്ള മാറ്റം ഒരു വസ്തുത തന്നെയാണ്. പണ്ട് ഏകദേശമൊക്കെ സെയിം ആയിരുന്നു. ഒരു 10 വർഷം മുമ്പേ ഏകദേശം സെയിം ആയിരുന്നു സ്തനാർബുദവും ഗർഭാശയകള ക്യാൻസറും. ഇന്ത്യയിൽ ഇപ്പോഴും ഗർഭാശയകള ക്യാൻസർ തന്നെയാണ് മുൻനിരയില്. പക്ഷെ കേരളത്തില് ഗർഭാശയകള ക്യാൻസർ ഒരു 8 തൊട്ട് 10% വരെ ഇപ്പോഴുള്ളൂ. എന്നാൽ സ്തനാർബുദം ഒരു 35-40% ഉയർന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു ഇതാണ്. എന്നുവെച്ചാല് ഗർഭാശയകള ക്യാൻസറിനെക്കാട്ടിലും ഒരു 3-4 മടങ്ങ് ഇരട്ടിയാണ് സ്തനാർബുദം എന്നുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇതേ കണക്കുകളാണ്. സ്തനാർബുദം തന്നെയാണ് അവിടെയും കൂടുതൽ. അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസില് കൽക്കട്ട, മുംബൈ, ഡൽഹി, ചെന്നൈ എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് കൂടുതൽ. റൂറൽ ഇന്ത്യയിലാണ് ഗർഭാശയകള ക്യാൻസർ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ, ഒബേസിറ്റി അങ്ങനത്തെ കാരണങ്ങളിലേക്ക് പോലെ ഏറെക്കുറെ അത് തന്നെയാണ്. ചിലപ്പോൾ പാശ്ചാത്യ ശൈലി കടമെടുത്തത് കൊണ്ടാകാം, ചിലപ്പോൾ നാഗരികതയുടെ പ്രശ്നമാകാം. എന്തായാലും നമുക്ക് ഒറ്റയൊരു കാരണമാണ് സ്തനാർബുദത്തിന് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും സ്തനാർബുദം ഉണ്ടാവുന്നത്? അല്ല, പല കാരണങ്ങൾ. ഇപ്പം നമ്മൾ ഗർഭാശയകള ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയാണ് അതിന്റെ കാരണമെന്നുണ്ടല്ലോ. അതിന്റെ ഒരു മൂല കാരണം, പ്രധാന കാരണം അത് തന്നെയാണ്. പക്ഷെ സ്തനാർബുദം എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒറ്റ കാരണം പറയാൻ പറ്റുന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ഇതാണ്. എന്നുവെച്ചാൽ പക്ഷെ ഒരു സ്ത്രീയെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന്റെ അപകട സാധ്യത നോക്കുകയാണെങ്കിൽ, ഹോർമോണ് അവരുടെ ശരീരത്തിൽ വളരെ ഏറെ നാൾ ഹോർമോൺ പ്രവർത്തനം പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന എന്നുള്ള ആ കാരണങ്ങളാണ് കൂടുതലായിട്ടും സ്തനാർബുദത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പം റിസ്ക് സാധ്യത കൂടുതലുള്ളവര്, ഒന്ന് ആർത്തവ നേരത്തെ വരുന്നവര്, എർലി മെനാർക്കി, ഒന്ന് ആർത്തവ വിരാമം താമസിക്കുന്നവരില്, അതേപോലെ തന്നെ കുട്ടികളില്ലാത്തവരില്, 30 വയസ്സ് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുന്നവരില്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവര്, അത് ആർത്തവിരാമത്തിന് ശേഷം അതിനുവേണ്ടി ഗുളിക കഴിക്കുന്നവര്, അവരിലെല്ലാം ഇതിന്റെ സാധ്യത കൂടുതലായിട്ടാണ്, റിസ്ക് കൂടുതലാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ശരീരത്തിലെ അമിതമായ ഹോർമോണുകളുടെ പ്രവർത്തനം, അല്ലെങ്കിൽ അത് പുറത്തുനിന്നും ആകാം, അല്ലെങ്കിൽ ശരീരത്തിൽ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കുന്നതും ആകാം. പിന്നെ അല്ലെങ്കിൽ അത് ഇൻഹറന്റ് ആയിട്ടുള്ള ജന്മസിദ്ധമായിട്ട് ആ അവയവത്തിന് അമിതമായ പ്രതികരണ ശേഷി ഇതുമാകാം അതിന്റെ ഒരു കാരണം. പിന്നെ അതുകൂടാതെ പുകയിലയുടെ ഉപയോഗം, പ്രത്യേകിച്ച് ഈയിടെ പല റിപ്പോർട്ടുകളും കാണുന്നുണ്ട്, പാസീവ് സ്മോക്കിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ അണുപ്രസരണം, അന്തരീക്ഷ മലിനീകരണം, ഇവയെല്ലാം കൊണ്ട് ജനിതക കലകളിൽ ജനറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ടാണ് ക്യാൻസർ വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ മൃഗക്കൊഴുപ്പുകൾ, മാംസാഹാരം കൂടുതൽ ഉപയോഗിക്കുന്നവരില്, അമിതമായി ഉപയോഗിക്കുന്നവരില്, അമിത വണ്ണമുള്ളവരില്, സെഡന്ററി ലൈഫ്, അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ നിയന്ത്രണാതീതമായ പ്രമേഹം, ഇവയെല്ലാം ഇതിന് ആക്കം കൂട്ടുന്നു, ഇതിന്റെ വളർച്ചയെ ആക്കം കൂട്ടും. ക്യാൻസർ പൊതുവെ, അത് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കൂടുതലും, ക്യാൻസർ പൊതുവെ എല്ലാ വളർച്ചയും ഇതെല്ലാം കൂട്ടും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെയും ഇതിന്റെ വളർച്ച ഇത് കൂടുതലാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിവരെ പാരമ്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം സ്വന്തം അമ്മയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ വരികയായിരുന്നു, 10%, ഒരു 5 തൊട്ട് 10% കേസസില് പാരമ്പര്യമാണ് സ്തനാർബുദം. അപ്പം ഇങ്ങനെയുള്ളവരില്, അതായത് ഇപ്പം സ്തനാർബുദം കണ്ടുപിടിക്കണം, ഇപ്പം ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാതിരിക്കില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ. പക്ഷെ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ ലേറ്റ് സ്റ്റേജസിലാണ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് വരുന്നത്?
ലേറ്റ് ആയിട്ട് സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് അണ്ഡാശയ ക്യാൻസറിന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ കൂടുതലും 90% സ്തനാർബുദം നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ മുഴകള്, പ്രത്യേകിച്ച് വേദന ഇല്ലാത്ത മുഴകളാണ് കൂടുതൽ അപകടകാരികൾ. പക്ഷെ 10% കേസസിൽ വേദന ഉണ്ടാകാം അതിന്റെ മുഴകൾക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പെട്ടെന്ന് മുലഞ്ഞെട്ട് അകത്തേക്ക് പോവുക, മുലഞ്ഞെട്ടി കൂടെ രക്തം വരിക, അല്ലെ ഏതെങ്കിലും ഒരു ഭാഗം പൊങ്ങി നിൽക്കുക, ഒരു ഭാഗം അകത്തോട്ട് വലിഞ്ഞു നിൽക്കുക, കഷത്തിലെ കഴലകൾ ഉണ്ടാകുക, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് 90% ആളുകൾക്കും വേദനയില്ലാത്ത മുഴകളാണ് ഇത്. എന്നുവെച്ചാൽ ഞാൻ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് വേദന ഇല്ലാത്ത കാരണം ഞാൻ പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇല്ലാന്ന് വിചാരിച്ചു, അത് കാരണം പോയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഈ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന മുഴകളില് 90% കുഴപ്പമില്ലാത്ത മുഴകളാണെന്നാണ് അല്ലേ പറയപ്പെടുന്നത്? ഇല്ല, അത് ഏജ് അനുസരിച്ച്. ഒരു 20 വയസ്സിലുള്ള ആളിലാണെങ്കിൽ നമുക്ക് പറയാം 90% കുഴപ്പമില്ലാന്ന്. പക്ഷെ ഏജ് കൂടുന്തോറും ചിലപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞവരിൽ 90% കുഴപ്പമുള്ളതായിട്ട് തന്നെ, അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് അത് മലിഗ്നന്റ്, അത് അർബുദമാണെന്ന് തന്നെ അത് പരിശോധിച്ച് നമ്മൾ മുഴുവനായിട്ട് എടുത്ത് പരിശോധിച്ച് അർബുദം അല്ല എന്ന് ഉറപ്പ് വരുത്തിയാലേ നമുക്ക് അർബുദം അല്ല എന്ന് പറയാൻ പറ്റൂ. അതുവരെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതില് പാരമ്പര്യമായിട്ടും ഇത് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരിൽ നമ്മൾ എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടത്? അതായത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? അത് പ്രധാനമായിട്ട് 3 മാർഗങ്ങളാണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് വെച്ചാൽ, സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിംറ്റവും ഇല്ലാത്ത ആൾക്കാരിൽ കണ്ടുപിടിക്കുന്നതിനാണല്ലോ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് 3 സ്ക്രീനിങ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തേത് സ്തനം സ്വയം പരിശോധിക്കുക. അവനവന്റെ സ്തനത്തെക്കുറിച്ചൊരു ഘടന, അതെങ്ങനെയാണ് എന്നുള്ളൊരു ഘടന സ്വയം അറിഞ്ഞിരിക്കണം. അതിന് എല്ലാ മാസവും മാസമുറ കഴിഞ്ഞിട്ടാണ് ഈ സ്തനം സ്വയം പരിശോധിക്കേണ്ടത്. അത് നമ്മൾ കൈവിരലുകളുടെ പ്രതലം കൊണ്ടാണ് നോക്കുന്നത് പറഞ്ഞാൽ നോക്കണം എന്ന് പറയുന്നത്. അടുത്ത മാസമുറ അടുക്കും തോറും ഹോർമോണുകളുടെ പ്രവർത്തനം ബ്രസ്റ്റിൽ കൂടുതലാണ്. അപ്പം ബ്രസ്റ്റ് കൂടുതൽ ലംബിയായിട്ട് തോന്നും, അതേപോലെ തന്നെ വേദനയുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നമുക്കത് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ആദ്യ 10 ദിവസങ്ങളിലാണ് സ്തനം സ്വയം പരിശോധിക്കേണ്ടത്. ആദ്യം അത് ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേറ്റിന് മാസമുറ ഉള്ളവരാണെങ്കിൽ 10 ദിവസത്തിനകം, ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേറ്റിന് അത് പരിശോധിക്കാം. അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നും അല്ലാതെയും കിടന്നും പരിശോധിക്കണം. കണ്ണാടിന്റെ മുമ്പിൽ നിന്നും നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ബ്രസ്റ്റിന്റെ ഒരേ ലെവലിലാണോ, എല്ലാ ഭാഗവും ഒരുപോലാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ കൈ രണ്ടും മുകളിലേക്ക് പൊക്കിയിട്ട് മുലഞ്ഞെട്ടുകൾ ഒരേ ലെവലിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ കഷണ്ടോ എന്നുള്ളത് കിടന്നിട്ട് എല്ലാ ഭാഗവും കൈയുടെ ഈ വിരലിന്റെ പ്രതലം കൊണ്ട് ചുറ്റി പരിശോധിച്ച് നോക്കണം. എന്നുവെച്ചാൽ പ്രതലം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, എല്ലാവരും വന്ന് പറയുന്ന ഒരു മുഴയുണ്ട്, പക്ഷെ അവർ പരിശോധിക്കുന്ന എപ്പോഴും സ്തനം പിടിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്തനം പിടിച്ചു നോക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു മുഴ പോലെ തോന്നും. എന്ന് വെച്ചാൽ സ്തനത്തിന്റെ ഘടന അങ്ങനെയാണ്, ഒരു മുഴ പോലെ തോന്നും. ഏത് പ്രായക്കാരിലും ഇപ്പം എത്ര പ്രായം തൊട്ട് ഇങ്ങനെ സെൽഫ് എക്സാമിനേഷൻ തുടങ്ങണം? 20 വയസ്സ് തൊട്ട് സെൽഫ് എക്സാമിനേഷൻ തുടങ്ങണം. പക്ഷെ ബാക്കി മാമോഗ്രാഫി ഒക്കെ ചെയ്യുന്നത് 40 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈവൻ ലൈക് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും 40 വയസ്സ് കഴിഞ്ഞ് മതിയോ മാമോഗ്രാഫി? ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അവരുടെ ഏറ്റവും ഫാമിലിയിൽ ആർക്കാണ് ഏറ്റവും പ്രായം കുറഞ്ഞ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരാൾക്ക് 35 വയസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 വയസ്സ് തൊട്ടേ അതിന്റെ പരിശോധനകൾ ചെയ്തു തുടങ്ങണം. മാമോഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും എന്താ ചെയ്യുന്നത് മാമോഗ്രാഫിയിൽ? മാമോഗ്രാഫി എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഒന്ന് പതുക്കെ അമർത്തിയിട്ട് 2 പ്ലേറ്റിന് അകത്ത് ബ്രസ്റ്റ് അമർത്തിയിട്ട് അതിന്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്റേ ആണ് മാമോഗ്രാഫി. അപ്പൊ അതില് നമ്മള് മുഴകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞവരിലാണല്ലോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 40 വയസ്സ് കുറഞ്ഞവരിൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാല് അവരുടെ ബ്രസ്റ്റിൽ പൊതുവെ എല്ലാവരും ഒരേപോലെ എല്ലാ ഭാഗവും വെളുത്തിരിക്കും. സാധാരണ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു ഫാറ്റി ബ്രസ്റ്റില് കറുപ്പാണ് പൊതുവെ ബ്രസ്റ്റിന്റെ മമ്മോഗ്രഫി പിക്ചർ. അതിലൊരു വൈറ്റ് സ്പോട്ടോ വെള്ള മുഴയോ ഉണ്ടെങ്കിൽ മുഴ വൈറ്റ് ആയിട്ടാണ് വെളുത്താ കാണുന്നത്, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ 40 വയസ്സിന് താഴെ അതിന്റെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് കുറവാണ്. പിന്നെ റേഡിയേഷന്റെ ഒരു ചെറിയ ഡോസ് ഉണ്ട്. അപ്പൊ അത്ര അൾട്രാസൗണ്ട്
ഉണ്ട് എക്സാമിനേഷന്, അല്ലെങ്കിൽ MRI സ്ക്രീനിങ് ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് MRI സ്ക്രീനിങ്ങും ചെയ്യാം. ഈ മാമോഗ്രഫി റിപ്പോർട്ടിൽ പലപ്പോഴും കാണാറുണ്ട്, അതായത് ചെറിയ സിസ്റ്റുകൾ റിപ്പോർട്ട്സ് എന്നുള്ളതാണോ? സിസ്റ്റുകള് മമ്മോഗ്രഫിയിൽ സിസ്റ്റുകൾ നമ്മൾ കണ്ടാലും അത് അൾട്രാസൗണ്ട് വെച്ചാണ് കൺഫേം ചെയ്യുന്നത്. എപ്പോഴും അൾട്രാസൗണ്ട് കൂടെ ചെയ്തിട്ട് അങ്ങനെയുള്ളപ്പോൾ മമ്മോഗ്രഫി റിപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ 40 വയസ്സിന് താഴെയുള്ളവരില് ചിലപ്പോൾ അൾട്രാസൗണ്ട് ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അതിന് ഡോക്ടറിന്റെ നിർദ്ദേശാനുസരണം മമ്മോഗ്രഫിയും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വൈറ്റ് സ്പോട്ട് പറഞ്ഞ മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള സ്റ്റേജിൽ കാണുന്നതാണ് മൈക്രോ കാൽസിഫിക്കേഷൻ. വളരെ നേരിയ വൈറ്റ് സ്പോട്ടാണ്. അത് മമ്മോഗ്രഫിയിലാണ് ഏറ്റവും തെളിഞ്ഞു കാണുന്നത് സ്ക്രീനിങ് ടെസ്റ്റില്. ഇപ്പം മാമോഗ്രഫിയിൽ ഇങ്ങനെയൊരു പോസിറ്റിവിറ്റി കണ്ടു, അങ്ങനെയുണ്ടെങ്കിൽ ഫർദർ ആയിട്ട് എന്തായിരിക്കും ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നത്? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മമ്മോഗ്രഫി ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല, മുന്നോടിയായിട്ടുള്ള സ്റ്റേജ് മാത്രമല്ല, പിന്നെ നമ്മള് കൈകൊണ്ട് സ്വയം കണ്ടുപിടിക്കാത്തതും ഡോക്ടർ കണ്ടുപിടിക്കാത്തതുമായ മുഴകൾ നമുക്ക് മമ്മോഗ്രഫിയിലൂടെ കാണാൻ പറ്റും. പിടിക്കണമെങ്കിൽ മമ്മോഗ്രഫി ഈവൻ 0.5 സെന്റിമീറ്റർ പോലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ 0.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ തീരെ ചെറുത് ഒരു തടിപ്പ് പോലെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ ഡോക്ടർ എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുന്നത്? നമ്മൾ സാധാരണ മമ്മോഗ്രഫിയിൽ മാത്രമാണ് കാണുന്നത്, നമ്മൾ കാണത്തില്ല എന്നുണ്ടെങ്കിൽ മമ്മോഗ്രഫി കൂടെ അല്ലെങ്കിൽ അവർ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിലൊരു വയറ് ഇട്ടുതരും. റേഡിയോളജി ഡോക്ടേഴ്സ്, ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള റേഡിയോളജി ഡോക്ടേഴ്സ് അതിലെ ഒരു വയറോ ലൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആ മുഴയിലിട്ട് തന്നിട്ട് അത് നമ്മൾ എക്സേഷൻ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ അവർ അതിൽ കൂടെ നീഡിൽ ടെസ്റ്റ് എടുക്കും. എന്നിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ മുഴ എടുത്ത് പരിശോധിക്കാം. അപ്പൊ ഇമ്മീഡിയറ്റ് ഫ്രോസൺ സെക്ഷൻ ഉള്ളിടത്താണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഉത്തമം. അപ്പം തന്നെ ഇപ്പം നീഡിൽ ടെസ്റ്റിന് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മുഴ അപ്പം തന്നെ എടുത്ത് പരിശോധനയ്ക്ക് കൊടുത്തിട്ട്